വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മൊറോക്കോയിലെ ഡേ 4 ആണ് ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒത്തിരി അടുത്ത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മറക്കേഷിലൊക്കെ ഇന്നാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അത് കണ്ടിട്ട് വരും. അപ്പൊ അങ്ങനെ ഈ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്കും വേണം. ഞാൻ എടുത്തു, കൊടുക്കലൊന്നുമില്ല. ഫസ്റ്റ് കഴിക്കാതിരിക്കുന്ന ഒരാളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അതിന് പകരം 5 ഗ്ലാസ് ജ്യൂസ് 10 ഗ്ലാസ് ജ്യൂസ് ഒക്കെ കുടിക്കാറ്. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. അന്നോട്ട് ഇവിടുത്തെ ഓറഞ്ച് ജ്യൂസ് എല്ലാം ഞാൻ കുടിക്കും. എല്ലാരും കഴിക്കാണ്. ഗോപു, ഞാൻ നിന്നെ അന്വേഷിച്ചു കർണാടക. ഇവന്റെ ഒരു മുട്ട കഴിച്ചു. ഇത്ര അഭിനേതാവ് ഉള്ളി ഒരു സിനിമയിലെ ഡേ 4 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഡിന്നർ കഴിക്കുന്നു. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? മേക്കപ്പ് കുറവാണെങ്കിലേ ഉള്ളൂ. ഇവള് കഴിച്ചുകൊണ്ടിരിക്കാണ് ഗൈസ്. എനിക്ക് ദോഷം ഇത് ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യൂ. പക്ഷെ ഈ ബ്ലോഗ് ഇവളുടെ ബർത്ത്ഡേ കഴിഞ്ഞ് എന്ത് പൊട്ടിയാടി. ഇവളുടെ എഡ്യൂക്കേഷൻ ആണോ നിങ്ങൾ എല്ലാവരും കേട്ട് എഡ്യൂക്കേറ്റഡ് ആവുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് ഞാൻ സ്വയം നന്നാവാൻ തീരുമാനിച്ചേക്കു. ഗൈസ്, എന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ വിലക്ക് വാങ്ങിച്ച ഗ്ലാസ്. അടുത്തേക്ക് ആരോ വിലക്ക് വാങ്ങിച്ച ഗ്ലാസ് അതെ. എന്റെ ഗ്ലാസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൊറോക്കയിലെ 3ാമത്തെ ദിവസത്തെ സ്റ്റേയും കഴിഞ്ഞിട്ട് ഞങ്ങള് ഇറങ്ങാണ്. അതായത് മൊറോക്കയിലെ 4ാമത്തെ ദിവസം കേട്ടോ. അപ്പം ഭയങ്കര ഒത്തിരി മെമ്മറീസ് ഒക്കെ ആയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് മറക്കേഷ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര വിഷമായി. കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര വിഷമാണ്. എനിവേ, നല്ല ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഓസ്കാർ ഹോട്ടൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ ഇവിടെ ഹോട്ടലിലല്ല, അറ്റ്ലസ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെഞ്ചറാണ്, എൻട്രി വെഞ്ചേഴ്സാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻട്രി ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് സീ ഉള്ളിൽ എന്തൊക്കെയാണ്. ഇവിടെ ഫുൾ ഫിലിം സെറ്റപ്പിലാട്ടോ കടച്ചാ. അപ്പൊ ഇതിന്റെ പേര് തന്നെ വുമൺസ് ബാക്ക് സ്റ്റേജ് എന്നാണ്. കാരണം ഇവിടെ നിന്നാണ് ഇവിടെ എല്ലാവരും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നത്. സോ കണ്ടോ, ഭയങ്കര എസ്തറ്റിക് ആയിട്ടില്ലേ. ഈ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒത്തിരി സാധനങ്ങൾ ഫിലിംസിന് വേണ്ടിയ രീതിയിൽ അവർ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി അധികം ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സൽമാൻ ഖാൻ്റെ ബോളിവുഡ് മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അറ്റ്ലസ് സ്റ്റുഡിയോസിൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്ത ഫിലിംസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഒരു പോസ്റ്റർ പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ മമ്മി ഷൂട്ട് ചെയ്ത ആ ഒരു സ്റ്റുഡിയോയിലേക്കാണ് കയറി പോകുന്നത്. ആ ഒരു സെറ്റപ്പിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ മമ്മി ഫിലിമിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. ചെറിയ ഒരു വിൻഡോയിലൂടെ
നോക്കുമ്പോൾ അവിടെ ഒരു മമ്മിയുടെ എന്തൊക്കെ കിടക്കുന്ന കാണാം. മമ്മി ഫിലിം കണ്ടവർക്ക് അറിയായിരിക്കും. റിയൽ മമ്മി ഒന്നുമല്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സെറ്റ് എന്ന് പറയുമ്പോൾ കബോർഡിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈജിപ്തിൻ്റെ രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്ന സെറ്റ് ഇട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ ക്ലിയോപാട്രയോ അങ്ങനെ എന്തോ ഫിലിമില്ലേ, സോറി കേട്ടോ, തെറ്റാണെങ്കിൽ എന്നെ അടിക്കരുത് നിങ്ങൾ. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഷിപ്പിൻ്റെ പോലെയൊക്കെ അവർ സെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു ഷൂട്ട് ചെയ്തിട്ട് 3D എഫക്റ്റ് ഇട്ട് പിന്നീട് അത് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഇവിടെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പറയുമായിരുന്നു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ട് വന്നിരുന്നെങ്കിൽ നമുക്കൊരു ഫിലിം സോങ് വരെ ഇവിടെ ഷൂട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം മൂവിയിൽ നിങ്ങൾ കാണുന്നതാണ് കേട്ടോ. Hello, this is because this is fake, not real. Just clay and bamboo and mini movies. If you come back next time, you find another color here, maybe change. If you want to. Hello guys. I see this group is not interested. Spasiba. Привет. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും അത്ര ലൊക്കേഷനല്ലേ, ഫിലിം ലൊക്കേഷനാണ് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി. ഗൈഡ് എങ്ങോട്ടോ പോയി, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആൻഡ് അയാൾ മിക്കവാറും ഞങ്ങൾ ചവിട്ടി കൂട്ടി കളയുന്ന പറഞ്ഞ് വീഡിയോസ് ഒന്നാമത് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഞങ്ങൾ ഇനി പെട്ടുപോയിട്ടുണ്ടാവും. അതെ, അങ്ങനെ ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ സ്റ്റുഡിയോ. നിങ്ങൾ പുറക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ്. ഇവിടെ നിങ്ങൾ നല്ലൊരു അനാർക്കലി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്പോട്ടുണ്ട് നന്നായിട്ട്. അല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ്. അതെ, ഞാൻ ഭയങ്കര ഡൾ കളറായിരുന്നിട്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ഫോട്ടോസ് കിട്ടുക എന്നുള്ളത് ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ ഭയങ്കര ഹെയർ സ്റ്റൈല് മാറ്റി ഗൈസ്. കാരണം മുടി അങ്ങനെ കിടന്നിട്ട് എനിക്ക് തന്നെ ചോക്കായിട്ട് ഗൈസ്. അവര് ഏത് വഴി പോയി എന്നുള്ള ഒരു പിടിയില്ല. അവര് ഞങ്ങളെ കൂട്ടിയിട്ടും ഇല്ല. ഇനിയിപ്പം നമ്മള് കുറച്ച് സ്പോട്ട് മിസ്സായിട്ടുണ്ടാവാം, മനസ്സിലായോ? അവരിവിടെ കിട്ടിയിട്ടുണ്ട്, ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡിന്റെ ഇവിടെ വന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അവരവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഒരു ബാക്കിലൊക്കെ എന്താ ബ്യൂട്ടിഫുൾ ആന്ന് നോക്ക്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതെല്ലാം സെറ്റാന്ന് പറഞ്ഞാലും ഭയങ്കര സെറ്റായിട്ടുണ്ട്. കാരണം ഷൂട്ടിങ്ങിലൊക്കെ നമ്മള് ഫിലിമിലൊക്കെ എന്തുകൊണ്ട് ഇത്രയും അടിപൊളി സ്ഥലങ്ങൾ വരുന്നു വെച്ചാൽ ഇതെല്ലാം സെറ്റാണ്. നടന്ന് ഇങ്ങനെ പോകുന്നതല്ലാതെ ഇതിനൊരു അവസരം ഞാൻ കാണുന്നില്ല ഗൈസ്. കൂടെ വന്നവരെവിടെ ലൊക്കേഷൻ കാണിക്കട്ടെ. ഇവിടെയാണ് ആ പരസ്യം എടുത്തേക്കുന്നത്. എന്താ അല്ലേ, വെരി നൈസ്. ഈ ഒരു ലൊക്കേഷനിലാണ് ആ പരസ്യം അവരെടുത്തേക്കുന്നത്. Guys, I'm in Thailand. Do you want to come with me? കണ്ടോ, ഇത് വെരി ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തുള്ള ഫിലിം എടുക്കാം, ഒരു ലൊക്കേഷൻ എടുക്കാം, ഇവിടെ വരിക, ഷൂട്ട് ചെയ്യാം, പല കഥകളിൽ നടക്കും അല്ലേ. അടിപൊളിയായിട്ടുണ്ട്. Look at that. Famous. Oh, very famous Only in the here. country. Yeah, and he was the one, who gave us a very nice tour. Okay, good. Thank you so much. From here to London. Yeah, thank you. And you need to scan your ticket here the same way. ഈ ഒരു വേർത്തായിരുന്നു. ഇതിന് 8 euros ആണ് ആയത്, 8.something euros. പക്ഷെ അത് കൊടുത്തതിൽ ഭയങ്കര വേർത്തായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എൻജോയ്ഡ്. ഒത്തിരി സ്ഥലത്തെയും ഒത്തിരി സെറ്റുകളും, അതായത് ഫിലിം എങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ ഫിലിം സിറ്റിയിൽ ഞാൻ പോയിട്ടില്ല, ഇന്ത്യയിലായാലും. അപ്പോൾ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വെരി നൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഹിലക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ടൂർ? അടിപൊളിയായിരുന്നു. ഞാൻ ഈ മൊറോക്കോ വന്നിട്ട് എനിക്ക് ഏറ്റവും
ഇഷ്ടം എന്ന് വെച്ചാൽ ആണോ? ഒരു എന്താ പറയാ ഭയങ്കര രസമല്ലേ വൈബായിരുന്നു അല്ലേ? ഭയങ്കര വൈബായിരുന്നു. നമുക്ക് ഭയങ്കര നമുക്ക് ഫോട്ടോസും ശരിക്കും നമ്മൾ വേറെ ഏതൊക്കെയോ ശരിക്കും ഈജിപ്റ്റ് എത്തി, വേറെ സ്ഥലത്തെത്തി, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഫോട്ടോസും വീഡിയോക്കോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അത് തോന്നില്ല, അത് എൻജോയ് നമ്മൾ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ്. ഓ ഇവിടെ ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കാൻ നൈസ് ആയിരുന്നു, വെരി നൈസ്. എല്ലാ കൂട്ടത്തിലും ഒരു അലവലാതി ഫ്രണ്ട്. അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അലവലാതി ഫ്രണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ സ്വസ്ഥത ഒരു വീഡിയോ എടുക്കാൻ സ്വസ്ഥത. ആരെങ്കിലും എന്തെങ്കിലും മറച്ചു വെച്ചാൽ ആർക്കെന്താ പറഞ്ഞു കൊടുക്കണം. ഗൈസ് നിങ്ങൾ കേട്ടോണം, നിങ്ങൾ ഫോട്ടോ വരുമ്പോൾ കണ്ടോണം ആരുടെ ഫോട്ടോസ് ആണ് കൂടുതൽ. ഈ തെണ്ടികൾ എനിക്ക് ഒരു ഗ്യാപ്പ് പോലും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എനിക്കും അങ്ങനെ വേണം, എനിക്കും അങ്ങനെ ചുമ്മാതെ നമ്മൾ ഓരോ സ്പോട്ട് കഴിഞ്ഞ് എത്തുമ്പോഴും നേരെ ഇതേപോലെ വണ്ടിയിൽ വരും, ഫോൺ എടുക്കും. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറീസ് ഫോട്ടോസ് ഒക്കെ ഇടാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിന്റെ ആ സമയത്ത്? കറക്റ്റ് അപ്ഡേഷൻ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലേ? അങ്ങനെ അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും എന്തായി കാണിക്കുന്നത്, ഡെഫിനറ്റ്ലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറച്ച് മണിക്കൂറും കൂടി ഇനി ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളൂ. സങ്കടം ഇപ്പോഴേ കറിയാൻ സീരിയസ്ലി. അതെ, ഈ ഒരു ടീം, ഈ ഒരു ഫുൾ ടീം ഭയങ്കര അമേസിംഗ് ആയിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റോറീസ് ഒക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ്സ് പോയി നോക്കിയാൽ മതി അല്ലേ? അസ്ലയുടെ ഹൈലൈറ്റ്സ് പോയി നോക്കിയാൽ മതി. നിങ്ങൾ മൊറോക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ആ സെയിം ഡേയിൽ അപ്ഡേഷൻ മിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ്സിലാണ് നിങ്ങൾ കണ്ട എല്ലാ ഫോട്ടോസിന്റെയും അവകാശി. അതെ, മാത്രമല്ല സ്പോട്ടിൽ നമുക്ക് തരുന്നതും എല്ലാ ക്യാമറമാരന്മാരുടെ പ്രശ്നമാണ്. അവർ ഫോട്ടോസ് എടുത്താലും പക്ഷെ അത് എങ്ങനെയല്ല, അത് എങ്ങനെയല്ല ഓൺ ദ സ്പോട്ടിൽ. അജയ്, നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ ഫോട്ടോസ് ഉണ്ടോ? ഫസ്റ്റ് ഡേ ഗായ്സ് നമ്മൾ ആ ഒരു ഇതിലാണ് പോകുന്നത്. കസ്ബ എന്നാണ് പറയുന്നത്, മിലിറ്ററി പോയിന്റ് ആണത്. അപ്പം അവിടെ നമ്മൾ 40 മിനിറ്റ് നടന്ന് കയറണം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ട്രക്കിംഗ്. ഓ മൈ ഗോഡ്, എനിക്ക് എന്റെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നടക്കല്. എനിക്ക് ഇഷ്ടമല്ല. നമ്മള് ഇപ്പം പോകുന്നതെന്ന് വെച്ചാല് കസ്ബയിലാണ് പോകുന്നത്. ഫോട്ടോ ദിസ് ഈസ് അവർ guide. Yeah. Tour guide. Your name? Welcome to Morocco. My name is Ashraf. Oh. But you can call me Chichi. Okay? ചേച്ചി is me. Brother. ഈ പിള്ളേരെ ഒന്നും മനസ്സിലാക്കുന്നില്ല ഗൈസ്. ഇതാണ് ഗോപു. എന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് സഹായിക്കുന്നുണ്ട്. ഇല്ല. അപ്പൊ 40 മിനിറ്റ് നമ്മൾ നടക്കാൻ ഉള്ളതാണ്. വെള്ളമൊന്നുമില്ല. എന്ത് ചെയ്യാൻ? ഒന്നോ രണ്ടോ കാര്യത്തിലുള്ള കാര്യം, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരാളെ ഒരു കാര്യം മറച്ചു വെച്ചാൽ നേരെ ഞാനിവിടെ ഒരു ടാറ്റു കുത്തിയിരുന്നു. അയാൾ വിചാരിച്ചു ഒറിജിനൽ ടാറ്റു. ഇത് ചെന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ സ്റ്റിക്കർ ഞാൻ ഒറിജിനൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. എന്താ കളത്തരം പറയുന്നത്? കറക്റ്റ് ജെനുവിനായിട്ട് നിൽക്കും. ജെനുവിനായിരിക്കണം. ഇൻഫ്ലുവൻസറായ ജെനുവിനായി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ കണ്ടോണം. ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും. എന്നിട്ട് എത്ര ഫോട്ടോസാണ് നീരജയുടെയിലും ഈ അസ്ലയുടെയിലും ഉള്ളത് നിങ്ങൾ പിന്നെ നോക്കണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കയറി നോക്കി നോക്ക്, ഫോട്ടോ കുറവാണോ? ക്യാമലിന്റെ കൂടെ ഒക്കെ പോയിട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോ അത് ഞാൻ എസ്തെറ്റിക് ആയിട്ട് ഡ്രസ് ചെയ്തിരുന്നു. എന്ത് ചെയ്യാനാ, ഞാൻ ചുമ്മാ നിന്നത്. നമ്മൾ അവിടെ പോട്ടെ. But if you want to keep living inside, you need only one condition: is to renovate with the real bricks, because what is land and the little money to help them build the houses, real houses. So we are going to cross this river, and then we go through the field, and then we go up. Okay. We will go to the arena scene where they make a gladiator arena.
And from Arena. Before the fight. Yeah, when there were circles with the chariot, you know, with the horses with the 2 wheels, we are going there, and after that we are going inside the Kasbah. ഓക്കെ, Okay, let's go. എല്ലാം മനസ്സിലായോ? And from there we നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഈ റിവർ ക്രോസ് ചെയ്ത് നമ്മൾ ആ ഒരു കസ്ബയിലേക്ക് പോവാണ്. ഒത്തിരി നടക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഒലീവ് മരങ്ങൾ. ഒലീവ് മരത്തിൽ നിന്ന് ഒലീവ് പറിച്ചു തരാൻ മാത്രം പറയരുത്, അത് നീരജാമസ് ഒലീവ്. നമ്മൾ ഏകദേശം നടന്ന് ഈ വ്ളോഗ് കോവൻട്രി കസബല്ലേ, ഇത് വേറെ കസബ, ഇത് മൊറോക്കോ കസബ. അതിനിടയ്ക്ക് പ്രൊമോഷൻ. കോവൻട്രി അല്ല, പ്രൊമോഷൻ അല്ല. കോവൻട്രി നമ്മള് കസബ എപ്പോഴും പാർട്ടിക്ക് വന്ന കസബ ഇവർക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയത്തില്ല, ഞാൻ ഇതൊക്കെ ക്ലബിന് ചെയ്തിട്ടില്ല. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാഡ് എക്സ്പീരിയൻസ്. and make video and short. No. I thought you are going through this. Yes. Yeah, that's why. Yeah. And Go, miss, to the entrance. Miss Cleopatra, Miss Queen. Yay! तुमको क्या हुआ? Are you jealous? Yeah, she got jealous. So happy with Oh my god. I will cry alone. കണ്ട ഗൈസ്, നീരജയ്ക്ക് കിട്ടിയൊരു മൊറോക്കൻ ചിക്കനാ. You are not? ഹോട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ്. നീരജ got a boyfriend in Morocco. Yeah. ഇവിടെ വെച്ചായിരിക്കും കല്യാണം, ആർക്കും വരാൻ പറ്റത്തില്ല. അതിന് ഞാൻ വിഷമം വെച്ചത്. ഇവിടെ ഫുൾ ഷോപ്പാട്ടോ, അങ്ങനെ നടുക്കൂടൊക്കെ ഷോപ്പാ. എടുത്തോട്ടോ അജയ് എടുക്കണോ? നോക്കിക്കോട്ടോ, ഈ സാധനം കണ്ടോ? എന്താ പുള്ളി വരയ്ക്കാൻ പോകും തീ തീ കത്തിച്ചിട്ട്. വെച്ച് കഴിയുമ്പോ ഫോട്ടോ വരും. അത് വരച്ചു. തീ വെച്ച് കഴിയുമ്പോ അതിനകത്ത് ഫോട്ടോ വരും. Saffron. സഫ്രോൺ ടീ വെച്ച് This is indigo. കണ്ടോ, സഫ്രോണും ടീയും വെച്ചിട്ട് വരച്ചിട്ട് നിങ്ങൾ കണ്ട പോലെ ബേൺ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇത് ഇവിടുത്തെ ഒരു ഇതാണ്. മുകളിലോട്ട് പോകുന്നത് ആ വഴി എല്ലാം ഇങ്ങനെ ഓരോ ഷോപ്പുകളാണ്. നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം വീടുകളുമാണ് കേട്ടോ. അപ്പം ആ വീട്ടിലുള്ളവർ തന്നെയായിരിക്കണം ഈ ഒരു ഷോപ്പെല്ലാം നടത്തുന്നത്. അവരൊക്കെ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി അവരുടെ ഒരു ഡേ 4 നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ ഫുൾ ട്രാവൽ ആയിരിക്കുന്നത്. ഇത് ഡേ 4 നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കാണുന്നത്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ വരായിരുന്ന സ്ഥലമാണ്. ഓ, ഇത് ഫസ്റ്റ് ഡേ വരാനിരുന്നതാണ്. സോ നമ്മുടെ എയർപോർട്ടിൽ ചെക്ക് ഔട്ട് ചെയ്തപ്പോ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ ലേറ്റ് ആയി. ശ്വാസം കൂട്ടിലുണ്ട് വാക്കുകൾ അങ്ങോട്ട് ഇവിടെ തെറ്റി. അതെ, എന്റെ കൊച്ചു മനസ്സിലായി. ഇതിന് മനസ്സിലായി. മോഡൽ അൽ ടോക്കർ ഗൈസ്. അപ്പൊ അവിടെ പറഞ്ഞത് തന്നെ ഇവിടെയും പറയട്ടെ. സെപ്റ്റംബറിൽ ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ കിടക്കുന്ന കല്ലുകളെല്ലാം അതിൽ നിന്ന് വന്നതാണ്. സീരിയസ്ലി ഇവിടെ സെപ്റ്റംബറിൽ ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് അപ്പൊ ഇവിടെ കേറിയിട്ട് പിന്നെ തിരിച്ചയാൾ എന്തിനാ ഇറങ്ങിപ്പോയി എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിൽ നമ്മൾ തിരിച്ചു വീണ്ടും ഇറങ്ങിയിട്ട് വേറെ വഴിയാണ് പോകുന്നത്. ഇവിടെ ഒത്തിരിക്കുള്ളതായതുകൊണ്ട് ഇവിടെ വഴി അടഞ്ഞു പോയിന്ന്. എന്തൊക്കെ പറയണം ഈ തള്ള പറയുന്നതിന് വിശ്വസിച്ച് നിങ്ങൾ ട്രിപ്പ് ഒന്നും പോകും. പണ്ടത്തരങ്ങളൊക്കെയാണ്. പക്ഷെ ട്രൈബ്സിക്കൂടെ കൂടെ പോകും. അവര് ഗാർഡിൽ വെച്ച് അവര് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഗൈഡ് പറയുന്നത് കേൾക്കാതെ ഇപ്പൊ മനസ്സിലായി.
മനസ്സിലായില്ല ആരാണ് കഴിയുന്നത്. നീരജ പറയുന്നത് മൂസ കേൾക്കാതെ ഫോട്ടോ വീഡിയോ എടുത്തോണ്ട് അലഞ്ഞിട്ട് നടന്നിട്ട് വായിട്ടൊന്നൊക്കെ വിളിച്ചവര് പറയലാണ് ഗാഡ് യുവർ സെക്യൂരിറ്റി ഗാഡ്. കൈൻഡ് ഓഫ് നീ എന്നെ മാത്രം ഇത് ഊക്കുന്നു. 2, 3, go. ഓ, ഇതെല്ലാം ടീ ആൻഡ് സാഫ്രോൺ വെച്ചിട്ടുള്ള പെയിന്റിംഗ് ആണോ? കേറി ഏകദേശം എത്തി. വരുന്ന വഴിക്ക് ഞങ്ങളുടെ UK തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ കൂടെ മീറ്റ് ചെയ്തു. ഐ സെഡ് ഹായ് ആൻഡ് വീട്ടിൽ പിക്ചർ വേണം ഞാനിവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ടൈമിൽ. എനിവേ യെസ്, we are almost there at the top. Do you want to see the view from here? Kanam. So I'm gonna show you. 1, 2. That's a view from here. Oh my god, it's so good. Morocco, we love you. ടക്ക് നമ്മളിപ്പോ ഒരു പാലം കയറി നമ്മൾ ക്രോസ് ചെയ്ത് ഇനി നമ്മൾ എൻഡിലെത്തി. നിങ്ങൾക്ക് കാണാം നമ്മൾ എന്ത് ദൂരം ഇറങ്ങാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇനി നമ്മൾ സ്ട്രൈറ്റ് വേ ടു മറാക്കിഷ് ആണ്. മറാക്കിഷ് പോകാൻ പറ്റണമെന്നാണ് ഇതാക്കുന്നത്. കാരണം നമുക്ക് 6 മണിയാകുമ്പോഴത്തേനും നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ മീൻസ് UK പോവാണ് കേട്ടോ. അപ്പോ ഭയങ്കര റഷായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഐ ആം ഇൻ ലവ് വിത്ത് മൊറോക്കോ. ഐ വാണ്ട് കം ബാക്ക്. ഞാനിവിടെ തിരിച്ചു വരുമ്പോ I'll bring someone very special because ഭയങ്കര അടിപൊളിയാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് റൊമാൻറ്റിക് എനിത്തിങ്. നോ, ഇറ്റ്സ് അബൌട്ട് ഭയങ്കര പീസുമാണ്. പീസൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കമ്മിങ് ബാക്ക് ടു ലൈക്ക് ആ ഒരു വില്ലേജ് ലൈഫിലേക്കൊക്കെ വരണമെന്നൊക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി കം ടു മൊറോക്കോ. ബിക്കോസ് UK നമ്മൾ ആ ഒരു ബിസി ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് ഭയങ്കര സമാധാനം, പീസും നമ്മൾ റിയൽ ലൈഫൊക്കെയാണല്ലേ. നമ്മുടെ ഫേക്ക് ലൈഫ് എന്നല്ല ഞാൻ പറയണേ, പക്ഷെ നമ്മൾ ഭയങ്കര ബിസി ലൈഫാണ്. അതിൽ നിന്ന് എനിക്ക് ഈ കിട്ടിയ 4 days ഈസ് ലൈക്ക് 4 months ഫോർ മീ. ലൈക്ക് ഭയങ്കര 4 months കിട്ടാത്ത എത്രയോ പീസാണ് എനിക്ക് ഈ ഒരു 4 days എനിക്ക് കിട്ടിയത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ട്രൈഡ് സിഗോ. അടിപൊളിയായിട്ട് ടൂർ ഓർഗനൈസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ അവിടെ നിന്ന് പാക്കേജ് ബുക്ക് ചെയ്ത് വന്നതാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ യെസ്, നിങ്ങൾക്ക് മൊറോക്കോ വരാണെങ്കിൽ ഇങ്ങനെ പാക്കേജ് എടുത്ത് വരും. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ വിചാരിക്കും. വരുമ്പോൾ നമ്മൾ അത്രയും എക്സ്പ്ലോർ ചെയ്യത്തില്ല. ഇവിടെ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മൾ വെറുതെ പൈസ മുടക്കി വന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. നോ, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡു ട്രൈ ടു കോണ്ടാക്ട് ദം. ഒരു പാക്കേജൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിളും ആയിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന അർഗനോവിൽ ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് അർഗനോവിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഇവിടെ ഫിലിം ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ യെസ്, okay. അതെ, off the shell, yeah. First step, Yeah. remove the shell to get the nuts, okay? Okay. Alright. Second step, Then അവരിവിടെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം നട്ടുണ്ടാവും. അതവരെടുക്കും. second step, Yeah. second step, we break the nut to get the small element. Two types of argan oil. സോ അങ്ങനെ അവരത് പൊട്ടിച്ചതിന് ശേഷം അതെടുക്കും. ആ നട്ടെടുക്കും ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ആ നട്ട് വെച്ചിട്ട് And we crush it ഇവിടെ to get the ക്രഷ് ചെയ്യും. ക്രഷ് ചെയ്യുന്ന സമയത്ത് Finally, we mix the space between hands 1 hour. After age 5 minutes, we put some more water until the oil separates. ഓക്കെ. That's okay? Where are you from? ഇന്ത്യ, കേരള. Nice to meet you. But we are from London actually. പിള്ളേരെല്ലാം പറയാം ഇന്ത്യ. This is the base to make the black soap. The black soap the Morocco for skin. The
And this is the paste for cosmetic. This is the scrub for face. Sit down here and lift. Yeah. And oil and honey and almond. And this is honey. This is pure honey. Okay? ഇവര് വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. അർഗനയിലുണ്ട്. This is a gardenia. And this is the rose. അവരിവിടെ തീ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തണുപ്പത്ത് തീ കഴിഞ്ഞു. ഒത്തിരി പ്രോഡക്റ്റ് ഒത്തിരി ആ ഒറ്റ പ്രോഡക്റ്റിൽ നിന്ന് അർഗൻ ഓയിലിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി എന്തൊക്കെ ടൈപ്പ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട് നീലജനെ. ഗൈസ് ഞാനാണെങ്കിൽ ഒത്തിരി ഉറങ്ങി. ഒരു 4 hour ജേർണി ആയിരുന്നു. നമ്മൾ ആ അരോമ തെറാപ്പി സംഭവം അരോമ എന്ന് അത് കണ്ടിട്ട് വന്നപ്പോൾ അപ്പം ഞാൻ അവിടെ നിന്ന് ഇത്രയും നേരം ഉറങ്ങി. ഉറക്കം വെച്ചിലാണ് ലൊക്കേഷനിലാണുള്ളത് കേട്ടോ. മലപ്പുറം എക്സ്പ്ലോർ ചെയ്യാണ് സിറ്റി. ഇവിടെയാണ് നിങ്ങൾ കാറും ബസ്സും വണ്ടികളും ഒക്കെ കണ്ടത്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. ഓരോരുത്തരും ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അവരിങ്ങനെ കാർ എടുത്ത് അടുത്ത സിറ്റിക്ക് പോയി അവിടെ നിന്ന് അടുത്ത ടാക്സി മാറി അങ്ങനെയാണ് സിറ്റി ടു സിറ്റി പോണേന്നുള്ളതാണ്. എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തതെന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ച് പറയാം. കുതിരവണ്ടി കാളവണ്ടിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ആണെങ്കിൽ ഇവിടെ കുതിര സഫാരിയാണ് കേട്ടോ. കുതിര എടുക്കുക പോവുക. കണ്ടോ ഓട്ടോറിക്ഷ അടുക്കിയിട്ടേക്കുന്ന പോലെ കുതിരവണ്ടീനെയൊക്കെ അടുക്കിയിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങാറ്റ വരെയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സ്ഥലത്ത് നിന്ന് നീരജ് ഡേറ്റ്സ് മേടിച്ചു. ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചു. ഇവിടെ ഫുൾ ഡേറ്റ്സ് ഇങ്ങനത്തെയാണ്. ഇവിടെ ഡേറ്റ്സ് ഒത്തിരി ഇവിടുത്തെ തന്നെ സാധനങ്ങളാണ്. ഡേറ്റ്സ്, ആപ്രിക്കോട്ട്സ് അങ്ങനെ. ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി സാധനം കിട്ടിയപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ മേടിച്ചു. ഗിഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ മേടിച്ചു. അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ടോയ് മേടിക്കണം. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വെരി കൺഫ്യൂസ്. ഇവിടെ മറ്റേ ക്യാമലിന്റെ ഒരു ടൈപ്പ് ഉള്ളു. പക്ഷെ അവരത് കളിക്കത്തുമില്ല. പക്ഷെ ഒരു ഓർമ്മയ്ക്ക് വേണമെങ്കിൽ നോക്കടാ ടോയ് എന്നുള്ള ഇത് കൊടുക്കാല്ലേ. ഗൈസ് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ വണ്ണ് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കി നടന്നതാണ്. ആൻഡ് എനിക്ക് ഇവിടുന്ന് കിട്ടി. അവർ ആക്ച്വലി 300 പറഞ്ഞാണ്. 300 തരം അവർ 150 തന്നു. ഞാൻ ബാർഗിൻ ചെയ്തു. ആൻഡ് ഐ എം വെരി മച്ച് ഹാപ്പി. Thank you so much. Yeah, thank you. We are running to airport. Actually, ഞങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറ്. ഈ പെണ്ണ് എന്നെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ എനിക്ക് ഒന്നും മേടിച്ചു തന്നില്ല. ഞാൻ ഭയങ്കര വിഷമമാണ്. എന്താ ഞാൻ മൊറോക്കോയ്ക്ക് വരണേ? എനിക്ക് ജൂലറി വേണ്ടായിരുന്നു. Really? Oh yes, just like this. Thank you. I love you too. Okay. Thank you so much. Thank you so Say much hi for to your being husband. Yeah, I will say. And I hope you have a future boyfriend. Yeah, future boyfriend, I will say. Oh, thank you. He gave me charger to charge.
Okay. Have a nice flight, everybody. I hope you enjoy it. എന്നാ ഇവിടെ എന്നതാ ഇത്? എന്നതാ ഇത്? Have another chance. If you have another chance to come over to Morocco, you're welcome. Yeah, Everyone is welcome. Thank you. And thank you for your kindness, for your happiness, your smile always, and I love you. അതെന്നെ എന്നോടാ അവളോടാ ആർക്കും കൊടുക്കില്ലായിരുന്നു. അത് എനിക്ക് മാത്രം ഗേറ്റ് ക്ലോസ് ചെയ്യാറായി. അപ്പൊ ഞങ്ങൾ ഓടുകയാണ്. ലോങ് ഇമിഗ്രേഷനും ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുള്ള ഒരു ഇതില്ല. എന്നാലും വെയിറ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തല്ലോ. ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഓടി പോവാ ഗൈസ്. ഞങ്ങൾ ഓടിപ്പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഉച്ച തൊട്ട് നമ്മൾ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് സ്ഥലങ്ങളൊക്കെ കണ്ടത്. ഇപ്പം നമ്മൾ ഫൈനൽ കോളും പോകുന്ന നമ്മൾ ഓടുകയാണ്. എന്താവുന്നറിയില്ല. ഈ ഫ്ലൈറ്റ് കയറി ഞാൻ എടുക്കാൻ എനിക്കൊരു വിശേഷം പറയാനുള്ള സമയമില്ല. അപ്പോൾ എല്ലാത്തിനും എൻ്റെ ബാഗും ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ വെക്കേഷൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 3 നൈറ്റ്സും 4 ദിവസമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേയ്സ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഉയർന്ന് പറന്ന് ഞാൻ തിരിച്ച് UK കാൽ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. എന്ത് മനോഹരമല്ലേ മൊറോക്കോ. എന്തായാലും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ ഈ പ്രഷർ കാരണം ഭയങ്കരമായിട്ട് ഇയർ പെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നല്ല സേഫായിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തി. നാട്ടിൽ മീൻസ് UK എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.